JEE 2024 January 30th Shift 1 Question number 23 Section B ആണ്. കാണുമ്പോൾ തന്നെ അറിയാം ആറ്റംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഹാവിങ് എനർജി E = -0.85 ഇലക്ട്രോൺ വോൾട്ട്. അത്രയും കാണുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ N = 4 എന്ന് എഴുതിയേ പറ്റൂ. ദ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ടു ലോവർ എനർജി ലെവൽ. അപ്പം നമുക്ക് ഇക്വേഷനൊക്കെ അറിയാം, നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് 0.85 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് ഏത് സ്റ്റേറ്റുമായിട്ട് കറസ്പോണ്ടിങ് ആണ്? 4th. അപ്പോൾ നമുക്കറിയാം N = 4 ആണ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ = N × n-1 / 2 ആണ്. ഗ്രൗണ്ടിലേക്കാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് മക്കൾ പറ? 4. n-1 3/2. അപ്പോൾ ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 × 3. ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് പോകാം. 6 ആയിരിക്കും ആൻസർ. അപ്പം ഈസ് 6. അപ്പം അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ ആവണമെന്നില്ല, അപ്പോഴും നമുക്ക് ഇക്വേഷൻ അറിയാം. അതാണ് ജനറൽ ഇക്വേഷൻ. അതിൽ n1 സ്ഥാനത്ത് 1 ആക്കുകയാണെങ്കിൽ നമുക്ക് n2 സ്ഥാനത്ത് n ആക്കുകയാണെങ്കിൽ n × n-1 / നമുക്ക് 2 കിട്ടും. ഓക്കെ മക്കളെ, താങ്ക് യു.